സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ സെമിഫൈനൽ മത്സരത്തിൽ കേരള സ്ട്രൈക്കേഴ്സിന് ഞെട്ടിക്കുന്ന തോൽവി. അവസാന ഓവർ നീണ്ട പോരാട്ടത്തിലാണ് കേരള സ്ട്രൈക്കേഴ്സിന് തോൽവി നേരിടേണ്ടി വന്നത്. ആദ്യം ബാറ്റ് ചെയ്ത കേരള സ്ട്രൈക്കേഴ്സ് 177 റൺസാണ് നേടിയത്. ക്യാപ്റ്റൻ ഉണ്ണി മുകുന്ദൻ 41 റൺസും അർജുൻ നന്ദകുമാർ 61 റൺസും മദൻ മോഹൻ 28 റൺസുമാണ് നേടിയത്. ആദ്യ 10 ഓവർ വരെ സമ്പൂർണ്ണ ആധിപത്യമുണ്ടായിരുന്ന കേരള സ്ട്രൈക്കേഴ്സിന് പിന്നീട് അങ്ങോട്ട് മത്സരത്തിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല. 177 എന്നത് സാമാന്യ ഭേദപ്പെട്ട ടോട്ടലായിരുന്നെങ്കിലും 2 പന്ത് ബാക്കി നിർത്തി ബംഗാൾ ടൈഗേഴ്സ് വിജയം കാണുകയായിരുന്നു. കേരളത്തിന്റെ ബോളിംഗിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് കാര്യമായി ഇപ്പോൾ ഉയരുന്നത്. ടൂർണമെന്റിൽ അതിഗംഭീര ആധിപത്യത്തോടു കൂടിയാണ് കേരള സ്ട്രൈക്കേഴ്സ് കളിച്ചത്. വലിയ രീതിയിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ശ്രദ്ധ ചെലുത്താൻ സ്ട്രൈക്കേഴ്സിന് സാധിച്ചിരുന്നു. എന്നാൽ അവസാന സെമിഫൈനൽ പോരാട്ടത്തിൽ ബോളിംഗ് ആണ് ഏറ്റവും കൂടുതൽ പാളിയതെന്ന് പറയാം. അവസാന 12 പന്തിൽ 39 റൺസായിരുന്നു ബംഗാൾ ടൈഗേഴ്സിന് ആവശ്യമായി വന്നത്. എന്നാൽ കേരള സ്ട്രൈക്കേഴ്സ് കളി മറക്കുകയായിരുന്നു. അവസാന 6 പന്തിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 18 റൺസായിരുന്നു. ബിനീഷ് കോടിയേരി എറിഞ്ഞ 6 പന്തിൽ 2 പന്തുകൾ ബാക്കി നിർത്തി ബംഗാൾ ടൈഗേഴ്സ് വിജയം കാണുകയായിരുന്നു. 2 പ്രധാനപ്പെട്ട ക്യാച്ചുകൾ പാഴാക്കി അഖിൽ മാരാറും ഏറെ വിമർശനം നേരിടേണ്ടി വരികയാണ്. കേരള സ്ട്രൈക്കേഴ്സിൻ്റേത് മോശം ഫീൽഡിംഗ് തന്നെയായിരുന്നുവെന്നാണ് പൊതുവെയുള്ള വിമർശനം. ബാറ്റിങ്ങും ബോളിങ്ങും വേണ്ട പോലെ ഭേദപ്പെട്ട രീതിയിൽ ചെയ്തിട്ടും മോശം ഫീൽഡിംഗ് തന്നെയാണ് മത്സരത്തിൽ ഏറെ വിനയായത്. എന്നാൽ കേരള സ്ട്രൈക്കേഴ്സിന്റെ സെമിഫൈനൽ പ്രവേശനം ആശ്വാസമേകുന്നതാണ്. ബംഗാൾ ടൈഗേഴ്സുമായുള്ള മത്സരം റൗണ്ട് പോരാട്ടത്തിലും കേരള സ്ട്രൈക്കേഴ്സ് പരാജയപ്പെട്ടിരുന്നു. തുടർച്ചയായിട്ടുള്ള 2ാമത്തെ തോൽവിയാണ് ബംഗാൾ ടൈഗേഴ്സിനെതിരെ നേരിടേണ്ടി വന്നത്. അതിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദവും ഉണ്ടായിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സെമിഫൈനൽ മത്സരത്തിൽ ചെന്നൈ റൈനോസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കർണാടക ബുൾഡോസേഴ്സ് ഫൈനൽ പ്രവേശനം നേടി. ഫെബ്രുവരി 1 വൈകിട്ടാണ് ബംഗാൾ ടൈഗേഴ്സും കർണാടക ബുൾഡോസേഴ്സും നേരിടേണ്ട ഫൈനൽ മത്സരം. കേരള സ്ട്രൈക്കേഴ്സ് ഇതുവരെ എത്തിയതിന് ആരാധകരിൽ നിന്ന് പിന്തുണ ലഭിച്ചുവെങ്കിലും മോശം ഫീൽഡിങ്ങിന്റെ പേരിൽ പരാജയപ്പെട്ടത് ഏറെ വിമർശനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതേസമയം കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി ഗംഭീര പ്രകടനമാണ് ഷാരിഖ് നടത്തിയത്. 4 ഓവറിൽ 10 റൺസ് മാത്രമാണ് മുഹമ്മദ് ഷാരിഖ് വഴങ്ങിയത്. അവസാന ഓവറിൽ ബിനീഷ് കോടിയേരിക്ക് പന്തെറിയാൻ ഏൽപ്പിച്ച ക്യാപ്റ്റൻസിക്ക് നേരെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അഖിൽ മാരാറിന് നേരെ കമന്റ് ബോക്സുകളിൽ ആറാട്ട് തന്നെയാണ്. വലിയ രീതിയിലുള്ള വിമർശനം അഖിൽ മാരാറും നേരിടുകയാണ്.